വലിയൊരു ശസ്ത്രക്രിയയാണ് KSRTCക്ക് ആവശ്യം. സർക്കാർ നിയോഗിച്ച സുശീൽ ഖന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ അഴിച്ചുപണി ആരംഭിക്കും. തൊഴിലാളി യൂണിയനുകൾക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ്. നോട്ട് പിൻവലിക്കൽ നടപ്പായതോടെ പ്രതിദിനം 1.25 കോടി വരുമാന നഷ്ടത്തിലാണ് KSRTC പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിന്നും 1 കോടി 1.25 കോടി രൂപയുടെ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. 5.5 കോടി വരെ 6 കോടി വരെ പ്രതിദിന വരുമാനമുണ്ടായിരുന്ന KSRTCക്ക് ഇപ്പോൾ 4.25 5 ചുരുങ്ങിയിട്ടുണ്ട്. മനഃപൂർവ്വമായല്ല ശമ്പളവും പെൻഷനും വൈകിപ്പിക്കുന്നത്. ഓർഡിനറി ബസ്സുകളുടെ മിനിമം ചാർജ് കുറച്ചതിലൂടെ പ്രതിമാസം 7.5 കോടിയുടെ നഷ്ടമുണ്ടാകുന്നു. 7 രൂപ എന്നുള്ളത് 6 രൂപയായി കുറച്ചത് മൂലം ഉണ്ടായിട്ടുള്ള ഒരു മാസത്തെ വരുമാനമാണ് 8 കോടിയിലേറെ രൂപ. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ KSRTCയുടെ സാമ്പത്തിക ഭദ്രതയെ അടിത്തറയെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ തീരുമാനത്തിലൂടെ മിനിമം ചാർജ് ഉയർത്താൻ സാധിക്കൂ. ശബരിമല സീസൺ KSRTCക്ക് അനുഗ്രഹമാണെന്നും തീർത്ഥാടകർക്കായി ചെങ്ങന്നൂരിൽ നിന്ന് ശബരി എക്സ്പ്രസ് എന്ന പുതിയ നോൺ സ്റ്റോപ്പ് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എസ് ശ്യാംകുമാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.